ചില ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റിയൽ അക്കൗണ്ടിൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ നല്ല പേടി ഉണ്ടാവും. അപ്പം നമുക്ക് ഡെമോ അക്കൗണ്ട്സ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ഡെമോ അക്കൗണ്ട്സ് നോക്കാം. ഒന്ന് NSEന്റെ വെർച്വൽ ട്രേഡിംഗ് 2.0 എന്ന് പറയുന്ന ആപ്പാണ്. സെക്കൻഡ് വൺ വരുന്നത് നിയോ സ്റ്റോക്സ് ആണ്. തേർഡ് വൺ ഫ്രണ്ട് പേജ്. ഇതൊക്കെയാണ് പോപ്പുലർ ആയിട്ടുള്ള ഡെമോ അക്കൗണ്ട്സ്. ഇനി ഡെമോ അക്കൗണ്ട്സിൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ പല ഡെമോ അക്കൗണ്ട്സിൽ നമുക്ക് 10 lakh ക്യാപിറ്റൽ വരെ അവൈലബിൾ ആയിരിക്കും. അപ്പം നമ്മൾ ഇനീഷ്യലി ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഒരു മൈൻഡിലാണ് നമ്മൾ ഈ 10 lakhs മൊത്തം യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ നമുക്ക് വലിയ പ്രോഫിറ്റ്സ് ഡെമോ അക്കൗണ്ടിൽ കിട്ടുന്നുണ്ട്. അതൊരിക്കലും പ്രാക്ടിക്കലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എത്രയാണോ, അതായത് നിങ്ങളിപ്പോൾ ഈ ഡെമോ അക്കൗണ്ട്സ് ട്രേഡ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയതിനു ശേഷം നിങ്ങൾ റിയൽ അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ആ റിയൽ അക്കൗണ്ടിൽ നിങ്ങൾക്ക് എത്രയാണോ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, സേവ് ഒരു 10,000 ആണെങ്കിൽ ആ ഒരു 10,000 വെച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, ഡെമോ അക്കൗണ്ട്സിൽ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഡെമോ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഡെമോ അക്കൗണ്ട്സിൽ ചെയ്യുമ്പോൾ. രണ്ടാമത്തെ മെയിൻ കാര്യം വെച്ചാൽ നമ്മൾ ഡെമോ അക്കൗണ്ട്സിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്തിട്ട് മാത്രം ട്രേഡ്സ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് റിയൽ അക്കൗണ്ടിൽ പോകുമ്പോഴും എന്ത് ചെയ്യാൻ